പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും പറഞ്ഞു സ്വാഗതം ബോണ്ട ബോണ്ട അതേ അറിയത്തുള്ളൂ കേട്ടോ. ബോണ്ട ബോണ്ട ടാറ്റ ആണേലും ഇത് മാണ്ട. വീഡിയോ കാണുമ്പോ ഞങ്ങളുടെ സൗണ്ട് അങ്ങ് താഴെ. വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഈ സൗണ്ട് ഇങ്ങനെ കുറവുള്ളൂ. ചുമയാണ്, നല്ല ബാസിലുള്ള ചുമയാണ്. കണ്ടോ ചൂട് ബാസ് കൂട്ടാമോ? അപ്പം ചുമയായിട്ട് നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അപ്പം 2 പേർക്കും വയ്യായിരുന്നു കേട്ടോ. ആമിച്ചിന് ഒരാഴ്ചയായിട്ട് പനിയായിരുന്നു, അതുകൊണ്ട് ഒരാഴ്ച സ്കൂളിൽ വിട്ടിട്ടേ ഇല്ല. എന്തോ ടാറ്റ പോവാന്നോ? ചേച്ചി എന്തി ചേച്ചി നീ കൊണ്ടുപോകുന്നുണ്ടോ? ലക്ഷ്മി ഇട്ടാൻ മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കുത്തിവെപ്പൂടെ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. ആമിച്ചേച്ചി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റതേ ഉള്ളൂ. ഇപ്പൊ ആമിച്ചേച്ചി അകത്തുണ്ട്. ഇപ്പൊ മരുമ എടുത്തിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഓടിപ്പോയിട്ട് ഒരു ആവിയൊക്കെ പിടിപ്പിച്ചിട്ട് വരാം കേട്ടോ. നല്ല ചുമയാണ്. ചുമയെന്ന് വെച്ചാൽ ഭയങ്കര ചുമ, ഉറക്കവേ ഇല്ല. കഫം ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്നു. അപ്പോൾ ആന്റിബയോട്ടിക് നമ്മൾ അങ്ങനെ പെട്ടെന്ന് അങ്ങ് കൊടുക്കത്തില്ല. ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ, ചെറിയ ഡോസ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത ഡോസ് കൊടുക്കണമെങ്കിൽ കുഞ്ഞുങ്ങളായതുകൊണ്ട് നമുക്ക് മടിയായിരുന്നു സത്യം പറഞ്ഞ. അപ്പോൾ 15 ദിവസം പറഞ്ഞു. അതെ, അപ്പം ആൾ ഡള്ളായി വരുന്നുണ്ട്. നമുക്കൊന്ന് ആശുപത്രിയിൽ പോകണം. ഇന്ന് ഇതൊന്നും അല്ല വീഡിയോ സത്യം പറഞ്ഞാൽ. ഇന്ന് ഒരു സർപ്രൈസ്. നമ്മൾ കുറേ നാൾ കൂടിയിട്ട് നമ്മൾ ഈ സാമ്പത്തിക ടൈറ്റും മാന്ദ്യം മൂലം നമ്മൾ സർപ്രൈസുകളും ഒക്കെ കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിരുന്നതാണ് കുറേ നാളത്തേക്ക്. അതെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ പക്ഷെ ഇത് അത്യാവശ്യ കാര്യമാണ്. ഇത് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ്, മസ്റ്റ് ആയിട്ട് വേണ്ടതാണ്. അപ്പം ഇത് മെയിൻ ആയിട്ട് പിന്നെ ഇത് ചേട്ടായുടെ എന്റെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ വരുവാണേ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ചേട്ടായിക്ക് ഒരു ശമ്പളത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ഇത്. അല്ലെ, അങ്ങനെ കൂടെ പറയാം. കാരണം ഇത് നമ്മുടെ കംപ്ലീറ്റ് ഒരു സർപ്രൈസ് അല്ല. ചേട്ടായി നമ്മുടെ കൂടെ നമ്മുടെ കടയിൽ നിന്ന് അധ്വാനിച്ചതിന്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ കുറച്ച് ക്യാഷ് ആയിട്ടും. അപ്പം എന്തോ ആണ് മേടിക്കുന്നത്, എങ്ങനെ കൊടുക്കുന്നു, ഇത്തിരി വെറൈറ്റി ആയിട്ട് ഒരു പ്രാങ്ക് ഒക്കെ ആയിട്ട് ഏറ്റവും ആവശ്യം. ഇത് മാറി മാറി പോയി നമുക്ക് ദൈവം ഒരു സമയം എടുത്ത് പറയത്തില്ല എല്ലാ കാര്യങ്ങൾക്കും. അത് കറക്റ്റ് സമയമാവുള്ളത്. ചിലപ്പോ നമ്മൾ അന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇത് അല്ലാതെ വഴി പോയി, അല്ലെങ്കിൽ ഇതായി പോയാണ്. 2 കാര്യമായി പോയത്. നമ്മൾ പറയുന്നില്ല എന്താണുള്ളതെന്നായിട്ട് ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ കറക്റ്റ് ടൈമാണ്. അത്യാവശ്യം നീട്ടുന്നില്ല, കാരണം കുഞ്ഞ് ഇത്തിരി ഇതായി വരുന്നു. അപ്പം ഇത്തിരി പ്രാങ്ക് രൂപേണ, അതായത് പറ്റിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ. സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. പോകാം നമുക്ക്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലിട്ട് കേട്ടോ. അപ്പൊ രാഹുൽ ചേട്ടാനെ എല്ലാവർക്കും അറിയാം. രാഹുൽ ചേട്ടായി നമ്മുടെ ജീവനാണ്. ഞങ്ങളുടെ കല്യാണം സ്റ്റാർട്ടിങ് തൊട്ട് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും തുടക്കം തൊട്ടുള്ള ആളാണ് രാഹുൽ ചേട്ടായി. അപ്പൊ ചേട്ടായിയുടെ എക്സ്പ്രഷനൊക്കെ നമ്മൾ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ആശുപത്രി ആദ്യം പോയിട്ട് മേടിച്ചിട്ട് തിരിച്ച് വന്നിട്ട് ചേട്ടായി 6 മണിക്കാണ് പിന്നെ കടയിലോട്ട് പോകുന്നത് ഇവളുമായിട്ട്. അപ്പം അതിനിപ്പുറം നമുക്ക് സെറ്റാക്കാം കേട്ടോ. നേരെ വീഡിയോ ആയിട്ട് പോന്ന് പറ. ഇങ്ങനെ കൈ കൊണ്ട് അടച്ച് അങ്ങനല്ല, ഇങ്ങനെ കൈ ബൂം ഇങ്ങനെ അച്ചേടാ കൈ വെച്ചാൽ കൈ വിടർത്ത് അപ്പൊ നേരെ വാ. ചിരിച്ചു കാണിച്ചു എല്ലാരും ഒന്ന് ഈന്ന് കാണിച്ചു. നല്ല ചിരിയായിരിക്കും, നല്ല ചക്കര ചിരി ഇരിക്കും. ആ പല്ലൊന്ന് കാണിച്ച. ആ പല്ലൊന്നും നല്ലത്. പോകട്ടോ അങ്ങോട്ട്. വെടി വെച്ചേക്ക് എല്ലാരും. ടോട്ടോന്ന് വെച്ചേക്ക്. ടോട്ടോട്ടോ വെച്ചേക്ക്. അതിലിങ്ങനെ വീഴും. ഇനി വൈപ്പിക്കണ്ട, നമുക്ക് പോയേക്കാം. ചേച്ചിക്ക് ഡാറ്റ കൊടുക്ക. ചേച്ചി വന്ന് മുട്ടായി ഒക്കെ കൊടുത്തിട്ട് പോയി. എന്റെ മുട്ടായി എന്റെ ചേച്ചി തന്നെ. മുട്ടായി എന്റെ ചേച്ചി തന്നെ. ഉണ്ട് ഇവിടെ ഉണ്ട്. ഇവരുണ്ടേ, പോയിട്ട് വരാവേ. ശരി. വേണ്ട, ഇനി വേണ്ട. മോനത് കഴിച്ചു. ഒരെണ്ണം കൊടുത്തല്ലോ. ഒന്ന് മേടിച്ചു. ഒന്ന് കൊടുത്തടി. ഒന്ന് മതി മോനെ. മോനത് കഴിച്ചോ.
ചേച്ചി വന്ന് ഇട്ടായൊക്കെ എത്തി കുത്തി കൊന്നും കൊടുത്തിട്ട് പോയി. എന്ത് ഇട്ട? അയ്യോ, എന്റെ ചേച്ചിയുടെ സ്നേഹം കണ്ടോടി, കണ്ടു പാക്കിടി, നീ കോക്കോടി. കല്ലിക്കൊച്ച ഇപ്പൊ കൊണ്ടിരിക്കുന്ന എന്റെ അത് വായിക്കത്ത് വെച്ച് നമുക്കത് ചേച്ചി എന്നാണോ? അമ്മയ്ക്ക് ഉമ്മ തരാമോ? ഓ, ചുണ്ടിന്റെ ഉമ്മ ചേർത്തോളൂ. നീ എന്തായാലും ചേച്ചീനെ കൊണ്ടുവരാത്ത മോശമായി കേട്ടോ. ചേച്ചിയോട് വരാനെങ്കിലും നീ പറഞ്ഞോ. കുത്തിവെക്കാൻ പോകുമ്പോ വരാനെങ്കിലും പോലും പറയായിരുന്നു കേട്ടോ. മോശമായി പോയേ. ഷോ, ചേച്ചിനെ പോയി കൊണ്ടുവരാന്നാലോ? ചേച്ചി പോയി കൊണ്ടുവരാം. പൂവല്ലേ, ഇവളും മത്സല അവളും മത്സല. അവളെ കൊണ്ടുപോകുമ്പോ ഇവളോ ആമി ഉടുപ്പിട്ടാണ്. ഞാൻ പോയി എറ്റൂട്ടിയോട് പറഞ്ഞിട്ട് വരാം കുത്തി വെക്കാൻ പോകുന്നത്. ഭാഷയിൽ പോകുന്ന അല്ലാതെ തന്നെ ഇവിടെ കൊണ്ടുവരും പറയുന്നത്. ഇവളും അത് കണ്ട് തന്നെ പഠിച്ചതല്ലോ. ചൈന ഭാഷയാണ് സംസാരിക്കുന്നത്. കുഞ്ചു ലച്ചു എന്ത് ലച്ചു ലച്ചുവിനെ വിളിച്ചേ. ലച്ചു കുഞ്ചുവിനെ വിളിച്ചേ. മാണ്ട പറഞ്ഞേ. നോ വേണ്ട മോണ്ട വേണ്ട. ചാച്ചയോ? അപ്പൂച്ച അറിയാം മോനെ. എന്റെ കുഞ്ചുമ്മ അറിയാം. ചേച്ചി അറിയാ. കുമാരിയമ്മ അറിയാ. ഓ, പപ്പാമ്മ അറിയാ. സുരേഷ് അറിയാ. സുരേഷ് അറിയാ. ചെരുപ്പ് വാങ്ങിക്കാം. പോ, നമുക്ക് റൂം വരാം. ഇച്ചിരി മുമ്പേ ഉണ്ടല്ലോ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കടയിൽ നിന്ന് ഇവർക്ക് ഒരു ചെരുപ്പ് മേടിച്ച്. അപ്പൊ ഞാനും കുഞ്ചസിനോട് ഇങ്ങനെ പറഞ്ഞു, ഒരു ചെരുപ്പ് ഉണ്ടല്ലോ പിന്നെന്താ. അപ്പത്തേക്ക് കുഞ്ചസ് പറഞ്ഞത് ആമി ഇട്ടുണ്ട് പോകുന്നത്. അപ്പത്തേക്ക് ഇവള് പെട്ടെന്ന് അതായത് നമ്മള് പറയുന്നത് എന്നാ വാവയാ കൊണ്ടുപോകുന്നതെന്ന്. എനിക്ക് ചെരുപ്പില്ലാന്നാണ് അവള് പറയുന്നത് കേട്ടോ. നമ്മളോടത്ത് ഇത്രയും വലുതായോ നമ്മുടെ കൊച്ച്, ഇതെല്ലാം മനസ്സിലാക്കി തിരിച്ച് സംസാരിക്കാൻ വേണ്ടിട്ട്. ചെരുപ്പ് വാവയാണ് കേട്ടേ. മോനിപ്പോ ചെരുപ്പില്ലേ? ചെരുപ്പുണ്ടോ? ചെരുപ്പുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്രൈ പോയൊരു ചെരുപ്പ് നോക്കണേട്ടോ. ഇവക്ക് നമ്മുടെ കടയിലെ ഷൂ ടൈപ്പ് ആണ് കൂടുതൽ ഇരിക്കുന്നത്, വെയിറ്റ് ഉള്ള ടൈപ്പ് ആയിരിക്കുന്നത്. അപ്പൊ ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് നോക്കണം കേട്ടോ. അപ്പൊ ഒന്ന് ഫസ്റ്റ് ക്രൈ പോയാലോ? ചെരുപ്പ് മേടിച്ചാലോ? 4 മണിക്കാണ് കേട്ടോ, 4:30 ആവും ആശുപത്രിയിൽ കാണിക്കാൻ. അതെ അതെ, അപ്പത്തേക്ക് നമുക്കൊന്ന് പോയി മേടിക്കാം കേട്ടോ. ഓക്കെ എന്നാ ഇറങ്ങ്. ഓക്കെ. ചെരുപ്പ് കാണിച്ചേ. ചെരുപ്പ് മേടിച്ചപ്പോ ഒരാളുടെ പത്രാസ് കൂടിയേ. എന്റെ പെണ്ണും സീറ്റ് ഇരുത്തുന്നില്ല. എടി അയ്യോ, കേറി വാന്ന് പറ അമ്മയടുത്ത്. ബാ ഇരിക്കാൻ സ്ഥലം തരാന്ന് പറ. ഇതെങ്ങനെയായിട്ട് ചെരുപ്പെന്ന് പറയണ കേട്ടോ. സൂപ്പർ അല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരുടെ ടേസ്റ്റ് ഒന്നാണെന്ന് അവക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ.
ഇച്ചിരി ആണോ എടുക്കാം അമ്മയ്ക്ക്? അയ്യോ ഇച്ചിരി ആണോ എടുക്കാ? നല്ല രസമില്ല, എല്ലാ ഡ്രസ്സിനും കൂടെ ചേരും കേട്ടോ. ഇവക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ചേച്ചി പക്ഷെ ആമി ചേച്ചി ഇടും കേട്ടോ, ഇടും. ആമിക്ക് കൊറേ ചെരുപ്പുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ചെരുപ്പുണ്ട്. അപ്പൊ ഞാൻ ആശുപത്രി പോയി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഹലോ, ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. നല്ല ചൂടാണ്, ഭയങ്കര ചൂടാണ് കേട്ടോ. അത് എക്സ്പ്രഷൻ നോക്കി. അല്ല, ആമി ചേച്ചിക്ക് ഒരു ഫ്രൈഡ് റൈസ് മേടിച്ചു കേട്ടോ, അതിനുവേണ്ടി വന്ന് നടത്തിയതാ. കാരണം ഇന്ന് അങ്ങനെ കൊച്ചധികം ഒന്നും കഴിച്ചിട്ടില്ല, അപ്പൊ ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ്. അപ്പൊ കഴിക്കുവാണെ കഴിക്കട്ടെ എന്ന് ഓർത്ത് മേടിച്ചു കേട്ടോ. പോവാ, നമുക്ക് പോവാ. ചേച്ചി എടുത്തിട്ട് പോയാലോ? ആ, ചേച്ചീനെ കാണാൻ പോട്ടോ. ഒത്തിരി നേരമായി ഞങ്ങൾ ഇങ്ങനെ ആശുപത്രി ഇരിക്കാൻ പോയേക്കാം. നമ്മുടെ ചോപ്സിയുടെ മുന്നിലാട്ടോ ഞങ്ങൾ വരാറുള്ളതാണ് ഇടയ്ക്ക്. ഓ, ചൂടല്ലേടോ മോനെ ഭയങ്കര. ഓ, നല്ല എക്സ്പ്രഷൻ ഇടുവേ. ചുമ്മാ ആണേ, അടവാണേ, അടവാണേ. കണ്ടോ ചൂട് എടുത്തിരിക്കുന്നുണ്ടോ? എന്നാ ബിരിയാണി, ബിരിയാണി, എന്റെ കുഞ്ഞിന് ബിരിയാണി. എന്റെ വിരല് കൊണ്ടല്ലേ. കടല കൊടുക്കണേ എന്റെ കൊച്ചിനെ. ഡോക്ടർ എന്നാ പറഞ്ഞത്? അച്ഛനോട് ചോദിക്കുന്ന കണ്ടോ പപ്പ? ഇവക്ക് വെളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ജാടയാണേ. ചേച്ചി തരും. നീ മൊത്തം നിന്നോടി, എനിക്ക് വേണ്ടടി. ഞാൻ ബിരിയാണി ഞാൻ പറഞ്ഞ എന്റെ പൊന്നിനെയല്ലേ ഞാൻ പറഞ്ഞത്. സോസൊക്കെ ഉണ്ട്. ഇവിടെ നോക്കി ചിരിച്ചു കാണിച്ചിട്ട് നോക്കി. പറഞ്ഞിട്ട് ഓടി നോക്കട്ടാ ചിരി വന്നേ. ഇതെന്നാ കാണിക്കുന്നേ? ഇതെന്നാ കാണിക്കുന്നേ? ഇതെന്നാ കാണിക്കുന്നേ? ഇതെന്നാ കാണിക്കുന്നേ? ഉമ്മ ഇടാമോ? ഉമ്മ തരാൻ പറഞ്ഞപ്പോ വേറെ എന്തോ കാണിക്കുന്നേ. ഭയങ്കര ചുമയാ. ഉണ്ടോ? എന്നെ പോയി കഴിച്ചോ, പൊന്നു കഴിച്ചോ. ആ ശരി 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 ആ ശരി. പാവാടയൊക്കെ ഇട്ട് ആവി പിടിപ്പിച്ചിട്ടാണ്. ആന്റിബയോട്ടിക് പിന്നെയും തുടങ്ങാൻ. കുഞ്ചുമോൾ അപ്പൊ തല ഇറങ്ങി വീഴാൻ വേണ്ടി പോവാണ് കേട്ടോ. എടി, തല ഇറങ്ങി കമന്ന് കിടന്നു. ഓക്കെ, കമന്ന് കിടക്കുക. ഞാൻ പെട്ടെന്ന് പോയിട്ട് എല്ലാവരോടും തല ഇറങ്ങി വീണെന്ന് പറയുന്നു. ഓ ഇല്ല, പയ്യെ പറയാം. ഓക്കെ ഓക്കെ, കുഞ്ചൂസ് ആ കിടക്കവിടെ. കുഞ്ചൂസ് തല കറങ്ങി വീണ കേട്ടോ. അപ്പൊ ഞാൻ പോയി വിളിച്ചിട്ട് വരട്ടെ. ചിരിക്കല്ലേ, ദൈവത്തെ ഓർത്ത് ചിരിക്കല്ലേ. ചേട്ടായി കുളിക്കാൻ കയറിയേക്കുന്നുണ്ട്. വൈകിട്ടത്തേക്ക് നമ്മൾ ഈ പ്രാങ്ക് പോസ്റ്റ്പോൺ ചെയ്തേക്കുന്നു കേട്ടോ. കാരണം ഇപ്പൊ 6 മണിക്ക് കടയിലോട്ട് പോകണം. ഇപ്പൊ ശരിക്കും തലയിറുന്നുണ്ട്. ചേട്ടാ ഞാൻ നോക്കുമ്പോ ഇറങ്ങി വന്നു, മുണ്ടൊക്കെ തോർത്തൊക്കെ കൊടുത്തോണ്ട് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കുളിച്ചു. എന്തൊരു ആവശ്യമാണ് എന്നെ പറ്റി. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ചേട്ടാ കുളിച്ചു. വൈകിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ എടുത്ത് മാറ്റി. അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ വീഡിയോ. അപ്പം നമ്മൾ കടയിൽ പോയിട്ടൊക്കെ വന്ന് കേട്ടോ. ആരും കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് പയ്യെ പറയുന്നത്. അതായത് നമ്മുടെ ആ തല കറങ്ങിയിട്ടുള്ള ആ പ്ലാൻ മാറ്റി കേട്ടോ. ഇപ്പം ഞാൻ കുഞ്ചൂസിനെ പ്ലാൻ ബി ആണ്. കുഞ്ചൂസിനെ ഞാനിപ്പോൾ തല്ലിയിട്ടേക്കുവാണ്. മുഖത്തൊക്കെ 2 പാടൊക്കെ ഇപ്പോൾ വരുത്താൻ വേണ്ടി പോവാണ്.
എന്നിട്ട് കാരണം ആങ്ങളമാർക്കൊരു ഇമോഷനുണ്ട് സിസ്റ്റർമാരോട്, ആ സാധനം കാരണം ചേട്ടായിയുടെ റിയാക്ഷൻ ഓൾറെഡി ഞങ്ങളിപ്പോൾ ഒരു ഹിൻ്റൊക്കെ കൊടുത്തിട്ടേക്കും. കാരണം ഫുഡ് കഴിക്കാൻ നേരം ഇവളിനോട് ഞാൻ ചുമ്മാ ദേഷ്യപ്പെട്ടു, എടി നീ മേടിക്കില്ല എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. രാവിലെ തുടങ്ങിയതാ ചുമ്മാ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു സംഭവം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടായി പറഞ്ഞു പോയി കിടന്ന് ഉറങ്ങിക്ക് സുനാവ, നീ അപ്പോൾ ഇങ്ങോട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം ഞങ്ങൾ ചുമ്മാ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് കാര്യം വലിയ ഇതിലോട്ട് സീരിയസ് ആയി പോകാൻ ഇവർ സമ്മതിച്ചിട്ടില്ല ഇന്ന് വരെ. അപ്പം ഇപ്പം വഴക്കുണ്ടാകുമെന്നൊരു രീതിയിൽ സംഭവം നിൽക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടൊന്ന് പൊലിപ്പിക്കാം കേട്ടോ. പിള്ളേരെ ഒന്ന് മാറ്റണം. കാരണം പിള്ളേർക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയാത്തുള്ളൂ, ബാക്കി ചേട്ടായിക്കും ബാക്കി എല്ലാവർക്കും അറിയാം. ചിറ്റാമ്മയ്ക്കറിയാം, അമ്മയ്ക്കറിയാം, എല്ലാവരുടെ അഭിനയിച്ച് തകർത്തോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടാനെ നമുക്ക് നല്ല രീതിയിൽ ചേട്ടാനെ പറ്റിച്ച് നമുക്ക് സർപ്രൈസ് കൊടുക്കാം കേട്ടോ. ആ ഒരു പണ്ടത്തെ ഒരു രീതി നമ്മുടെ ആ ഒരു സാധനത്തിലോട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രാങ്കിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ കുഞ്ചൂസിനൊന്ന് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഇടട്ടെ കേട്ടോ. ഇതാണോടി കട്ട് ചെയ്തിട്ടില്ല അതിന്റെ ജസ്റ്റ് മുട്ടിയുള്ളൂ, മനസ്സിലായോ? ഒത്തിരി ഹെഡ്സിക്കല് ഒരു പെർഫെക്ഷൻ ഇല്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. കഴിഞ്ഞ ദിവസം കണ്ടില്ല എന്നൊരു ഷോർട്സിനകത്ത് എൻ്റെ മുഖം മൊത്തം ഇടിച്ചെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു. ഇങ്ങനെ ബലത്തി അടിച്ചാലേ ആയിട്ടുണ്ട്. പെർഫെക്ഷൻ എൻ്റെ ഒരു സംഭവമാണ്. എന്താ ഒരു ചക്ക ഇവിടെ ഇതിലൂടെ ഫെയിലാ എത്ര ഇത് കണ്ടാ മനസ്സിലാവും. ലിപ്സ്റ്റിക്കാണ് മനസ്സിലാവില്ല, ഒരിക്കലും മനസ്സിലാവില്ല. നിങ്ങൾ പറയണം എന്നെ അടിച്ചോ രണ്ട് തെറി അറിയാം. ഓക്കെ, ഞാൻ ചിറ്റാമ്മയോട് പോയി പറയട്ടെ. വഴക്കാം മോനെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ പറയണ്ടേ. എന്തോ ഇപ്പം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമുണ്ടായി. അത് മതി, മനസ്സിലായി. ഓക്കെ അപ്പം സെറ്റാണ്. ഞാനിപ്പോൾ സെറ്റാക്കിയിട്ട് വരാം കേട്ടോ എല്ലാവരെയും. ഞാൻ ഇവിടെ കിടക്കണോ? കഴിച്ചില്ല. അപ്പോൾ നമ്മൾ കണ്ണൊക്കെ നിറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്, ആ ഒരു വൈബിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നീ തിരിഞ്ഞ് കിടന്ന് നിനക്ക് ചിരി വരാണ്, തിരിഞ്ഞ് കിടന്ന് തന്നെ നീ അവിടെ സംസാരിച്ചാൽ മതി കേട്ടോ. അടി കിട്ടിയ ഭാഗം എന്ന് കാണിച്ചേ. ഓക്കെ, അവനെന്നെ അടിച്ചു കേട്ടോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അടിക്കാനായിട്ട് ഇങ്ങനെ വരും. ഓക്കെ, അവിടെയാണ് ആ സംഭവം. ആ സാധനം എടുത്ത് ഇങ്ങോട്ട് എണീക്കടി കുഞ്ചുവേ എണീക്കല്ലേ. ദേഷ്യം കേട്ടാവേ, എണീക്കടി. കുഞ്ചു എണീക്ക. കുഞ്ചുവേ എണീക്കടി. കുഞ്ചു എണീക്കടി. കുഞ്ചു എണീക്കടി. കുഞ്ചുവേ എണീക്കടി. എണീക്കടി ഇങ്ങോട്ട്. എണീ
കൊഞ്ചോ ഞങ്ങള് വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതെ, ഞാൻ പറയുന്ന പോലെ അവള് കേൾക്കുന്നില്ല ഒരു കാര്യം. നീ പറയുന്നത് എനിക്ക് പറ്റുന്നില്ല. എണീക്കടി. പിന്നെ എടുക്കാം, പിന്നെ സമയം പോലെ എടുക്കാമല്ലോ. അമ്മ അമ്മ ചുമ്മാ 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 ആ അമ്മച്ചി ചുമ്മാ 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 എടുക്കോ. ഞാൻ പറയുന്ന ഒന്നും അവര് കാര്യം അംഗീകരിക്കുന്നില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇല്ല, ഇത്രയും നേരം സ്നേഹത്തോണ്ടിരുന്നു. ഇന്നെടുത്താ പോരെ. കൈയൊന്നും എടുത്തിട്ടാണ് ഇല്ല. പിന്നെ ചെയ്യാം. അമ്മ ചുമ്മാ ഉവ്വ ഉമ്മ ഉമ്മ ചുമ്മാ കിടക്കുക. ആ ചുമ്മാ ചുമ്മാ പറ്റിക്കാം. ചുമ്മാ പറ്റിക്കാം അമ്മ. എന്തോ വരും പറഞ്ഞു മോളെ. എനിക്കാണ് വയ്യ. ഇങ്ങോട്ട് എണീക്കടി. ഇങ്ങോട്ട് എണീക്ക്. എണീക്കടി ഇങ്ങോട്ട്. എണീക്കടി ഇങ്ങോട്ട്. എന്നെ പറ്റി ഈ കൊഞ്ഞ് അല്ല, ഞാൻ പറഞ്ഞു വിട്ട്. ഞാനാ പറഞ്ഞു വിട്ടത്. അല്ല, നെറ്റുകുട്ടിയോട് പിന്നെ പറയാനായിട്ടുള്ള പ്രായമായിട്ടില്ല. പക്ഷെ ഞാൻ ഇവളെ എടുത്ത് പറഞ്ഞു. കാരണം ഇവൾക്ക് ഇപ്പൊ അറിവുള്ള കാര്യമായതുകൊണ്ട് ഞങ്ങൾ വഴക്കുണ്ടാക്കുന്ന അവൾക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടു കേട്ടോ. അങ്ങനെ പറയാതെ. ആർക്കാ പോണ്? ഇല്ല ഇല്ല, അവർക്കറിയത്തില്ല.
എന്നാ അഭിനയാന്ന് ഞാൻ ഇപ്പൊ അടുക്കളയിൽ പോയി പറഞ്ഞിട്ട് അടുക്കളോട്ട് പോകുന്നുണ്ട്. ഇവിടെ ടോണിതല്ല ചാർജർ ചെയ്ത് എന്നാ പറ്റിയേ കഥ പറഞ്ഞ് ഇങ്ങോട്ട് കയറാൻ ഇവിടെ സമ്മതിക്കുന്നില്ലെന്ന്. ആ ഇവള് ബ്ലോക്ക് ചെയ്തേക്കോ. അപ്പൊ ഫോൺ കിടക്കുന്നു. അപ്പൊ ഇവന്റെ ഫോൺ കണ്ടില്ല, ഞാൻ ഇങ്ങോട്ട് നോക്കുന്നില്ല, ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർക്കും ചെയ്ത് ഇതപ്പം പോയി. ഇത് ഞങ്ങള് വൈകിട്ട് ആശുപത്രി പോയി മേടിച്ചാണ്. ഇപ്പൊ ഇന്ന് ഞാൻ കുളിക്കാൻ കയറി ഇവൻ എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ അപ്പൊ ഇതുപോലെ പറ്റിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പിന്നെ ഇപ്പൊ പ്ലാൻ മാറ്റിയതാ. ഇതാണ് കുറച്ചുകൂടെ ഒരു മാമച്ചിയെ പറ്റിച്ച എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛൻ നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ ആമീനെ വിളിച്ച് ചേട്ടനെ എടുത്ത് വിട്ടോണ്ടാണ് ഇപ്പൊ വന്നത്. അല്ലെങ്കിൽ ഇവരൊന്നും അറിയത്തില്ല, ഇതിന്റെ പുറത്തോട്ട് ശബ്ദം കേക്കത്തില്ല. ഈ റൂമില് പുറത്തോട്ട് എനിക്കറിയത്തില്ലല്ലോ. ഇവിടെ മോങ്ങം തന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കേന്ന് പറയും. അത് ഇവിടെ ചിരിക്കും. അല്ല ചേട്ടാ വിചാരിച്ചു ഞാൻ അടിച്ച് തകർത്തിട്ടേക്കാണ്. ഞാൻ ഇവിടെ കയ്യിലോട് ചോദിച്ചു, കയ്യിലെന്നാക്കോ നീ കഴിച്ചിട്ട് ആ സന്തോഷം. ഇതുപോലെ ചേട്ടായിയുടെ ഫോൺ എന്തി ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. ആ അച്ഛൻ എടുത്തു. ഇതാട്ടോ ചേട്ടാ ഉപയോഗിക്കുന്ന ഫോണ്. അപ്പോൾ ഇത് ഫുള്ള് ഡാമേജ് ആണ്, ഒട്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ. അത് എപ്പോഴും നമ്മുടെ പവർ ബാങ്ക് ചേട്ടായിക്ക് കൊടുത്തേക്കും. ഇങ്ങനെ കുത്തിയിട്ട് ഓട് നടക്കണം, 24 hours സ്വിച്ച് ഓഫ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കുഞ്ഞു ഫോണ് കേട്ടോ. ഇത് ചേട്ടായുടെ ശമ്പളത്തിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. അല്ലെങ്കിൽ ചേട്ടയുടെ കംപ്ലീറ്റ് ഫുള്ള് ശമ്പളം അതിന് കൊടുത്താൽ ചേട്ടാ മേടിക്കത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ മേടിച്ചു കൊടുത്തത് കേട്ടോ. ആദ്യത്തെ ഒരു അതെ 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 കളർ ഇഷ്ടപ്പെടേ? ഈ ഒരു കളറേ ഉള്ളായിരുന്നു. മോട്ടറോള കേട്ടോ. സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണം, നമുക്ക് നാളെ ഒട്ടിക്കാം. വേണ്ട സന്തോഷമായോ? സന്തോഷമായോ? എനിക്കറിയാം നല്ല ടൈറ്റിലിരിക്കുക. അപ്പൊ കൂടി ചേട്ടായി ഫോണ് പിന്നെ എന്തായാലും കണ്ണൊക്കെ നിറയുന്നുണ്ടോന്നില്ല അവിടെ. ഞാന് സത്യം പറഞ്ഞ ഫോൺ മേടിച്ചു കൊടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങള് ഏത് സമയത്താ, അതെ നമ്മള് ചേട്ടായി ആദ്യം ഇടുക്കിയിലോട്ട് നമ്മളെ കൊണ്ടുവിട്ട് തിരിച്ച് നമ്മൾ യൂട്യൂബ് ഒക്കെ തുടങ്ങി. ഫസ്റ്റ് ചേട്ടായിക്കാണ് ഫോൺ എടുക്കണം. നമ്മൾ അന്നേരം ആരോ ഈ ഫോൺ ചേട്ടായിക്ക് കൊടുത്തു. ഈ ഫോണാണോ വേറെ ഫോണാണോ? വേറൊരു ഫോൺ കൊടുത്തു. അതുകൊണ്ടാണ് അന്ന് മേടിച്ചു കൊടുക്കാൻ. നമുക്കില്ലാത്തൊരു കളർ അല്ലേ? കൊള്ളാം കൊള്ളാം. അപ്പൊ ഇനിയിപ്പം ആശാൻ പോയി തോണ്ടട്ടെ. ഇതേലാണ് 2 മണിക്കൂർ തോണ്ടും. അത് 2 മണി വരെ തോണ്ടും. നല്ല ലൈറ്റ് വെയിറ്റാ. നല്ല ക്യാമറ ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഫോൺ. നല്ല ക്വാളിറ്റിയാണ്. അതെ അതെ. ഇനിയിപ്പോ നമുക്ക് ഇവിടെ വൈഫൈയുടെ എടുക്കണം കേട്ടോ. അല്ല വൈഫിനെ അല്ല, ഒരെണ്ണത്തിനും തന്നെ പറ്റില്ല. ഉണ്ടായിരുന്നു അമ്മേ. നമ്മളൊക്കെ മാറി നടക്കുന്നോണ്ട് നമുക്ക് നഷ്ടമല്ലേ എപ്പോഴും. പക്ഷെ ഇപ്പത്തെ നമ്മുടെ ഈ നെറ്റ് തീരും ബൂസ്റ്റ് ചെയ്യും, അങ്ങനെ ഒരുപാട് പൈസ വെറുതെ പോകുന്നു.
അപ്പൊ അതില് നല്ല നെറ്റ് എടുത്തെടുത്ത ഫോട്ടോ എടുത്തായിരുന്നു. എല്ലാവർക്കും റീചാർജ് ചെയ്യണ്ടല്ലോ. ഫോട്ടോ എടുത്തായിരുന്നു. ആദ്യം എടുത്ത ഫോട്ടോ ലച്ചുവിന്റെ തോന്നില്ലേ? ഇല്ല, സിം എടുത്തിട്ടാ മതി. അല്ല, ആശുപത്രി പോയി ചീട്ടെടുത്ത് വെച്ചിട്ട് ഞങ്ങള് ഇത് പോയി 3 മണിക്കല്ലേ. എന്റെ പെണ്ണിന്റെ എടുക്കണ ഈ ഫോട്ടോ. സുന്ദരിയായിട്ട് ഇന്നോട്ട് നോക്കി നിക്ക്. ഇതോടെ അവിടെ പോയിരിക്കേ. അമ്മായിയുടെ ഫോട്ടോ അയ്യ കണ്ണു നേരം ഒന്നുമില്ലടാ. ശരി, അച്ഛയുടെ മാത്രമല്ല അമ്മയുടെ മാത്രം നോക്കി. നിങ്ങൾ നിന്റെ ഫോൺ കൊണ്ടുവന്നു തലേത്. അത് കഴിഞ്ഞിട്ട് ഇതിവിടെ വെച്ചോ മാമച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പൊക്കെ പോയി കിടന്ന് ഉറങ്ങിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ട് മാമച്ചി ഇങ്ങോട്ട് വന്നേ നിന്റെ അപ്പൂസ് അടിയാന്ന്. അല്ല, ഞാനിവിടെ ചെവി പറഞ്ഞു വിട്ട്. എനിക്ക് എന്നിട്ട് പേടി ഉണ്ടായിരുന്നേ. പാണ്ടിപ്പടക്കാത്ത സീനില്ലേ, പാണ്ടിപ്പടക്കാത്തെ ഇങ്ങനെ ബസ്സിൽ കയറി പോകുമ്പോഴത്തേക്കും പറഞ്ഞ ഞാൻ ഓർത്തു ദൈവമേ അപ്പൂച്ച പറഞ്ഞാ നിങ്ങള് പറയൂ. ആ കുഞ്ചു അപ്പൂസും അടി തുടങ്ങി. ടെർഫിക് സിറ്റുവേഷനിലൂടെയാണ് ഞാൻ 2 മിനിറ്റ് മുമ്പ് കടന്നു പോയത്. ഞാൻ ഇവിടെ നോക്കുമ്പോ ഇവിടെ ഫോണ് ലോക്ക് അടിക്കാനായിട്ട് ഒരുത്തി പുറകെ കിടന്ന് തോണ്ടെന്ന് നോക്കി. ഒന്നും അറിയാത്ത പോലെ ലോക്ക് അടിക്കാൻ വേണ്ടി നോക്കിയതാ. പറ്റുന്നില്ലെന്ന്. വെടിവെച്ചിരട്ടെ, വെടിവെച്ചിരണോ? ടിച്ചു 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 തല 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 ഇടിക്കില്ല. ബോധം കേട്ടോ, ബോധം കേട്ടോ. അപ്പൊ പോയി കുത്തിയിട രാവിലെ ഫുള്ളാവട്ടെ ഇനി. അപ്പൊ പോയി കടന്നു എല്ലാരും. അപ്പൊ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി മാത്രം. ബെസ്റ്റ് ആക്ട്രസ്. അയ്യോ, കുത്തിയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതെ, ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. അപ്പൂച്ച അമ്മ അടി ഉണ്ടാക്കുന്ന അങ്ങനെ നമുക്ക് മനസ്സിലായി. വീഡിയോ ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ എല്ലാരും കേറുന്നു. ഓക്കെ, ബൈ.